ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമല്ല, ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ. നിങ്ങൾ ആ ക്ലാസ് കാണാത്തവർ ഇതിൻ്റെ ഈ വീഡിയോന് താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ആ ക്ലാസ് ഒന്ന് കാണുക. ശേഷം നമുക്കിത് കാണാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് പറഞ്ഞത്. ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസമാണ്. നമ്മളത് എഴുതാൻ വേണ്ടി, അതായത് ഏതൊരു എലമെന്റ് കിട്ടിക്കഴിഞ്ഞാലും, ഏതൊരു എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അതിനു വേണ്ടിയാണ് ആ ഒരു സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയാണ് ഈ ഒരു ഡയഗ്രം നമ്മൾ അന്ന് മനസ്സിലാക്കി വെച്ചത്. എന്താ ഈ ഡയഗ്രം, എന്തിനായ ഡയഗ്രം നമ്മൾ പഠിച്ചത്? നമുക്കറിയാം, ആറ്റത്തില് സബ്ഷെല്ലുകളില് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് ആ സബ്ഷെല്ലുകളുടെ എനർജി, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഊർജം കൂടി വരുന്ന ക്രമം ഈ 1s, ഒന്നാമത്തെ ഷെല്ലിലെ എസ്, രണ്ടാമത്തേലെ എസ് പി, മൂന്നാമത്തെ എസ് പി ഡി, അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന ആ ഓർഡറിലല്ല, മറിച്ച് അതിന് ചെറിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അത് മനസ്സിലാക്കാൻ ആ ഓർഡർ, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജി ലെവൽ, ആ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രം നമ്മൾ പഠിച്ചു വെച്ചത്. ഇതിലേക്ക് നോക്കുക. നമുക്കൊരു എലമെന്റിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയായിക്കോട്ടെ, നമ്മൾ ആദ്യം അതിന്റെ ആദ്യത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യേണ്ടത് 1s-ലാണ്. 1s നിറച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ അത് നിറക്കേണ്ടത് എന്തിലാണ്? 2s-ലാണ്. 2s കഴിഞ്ഞിട്ട് പിന്നെ നിറക്കേണ്ടത് എന്തിലാണ്? അടുത്ത ഏറോ മാർക്ക് ആദ്യം കട്ട് ചെയ്ത് 2p-നല്ലേ? ഇപ്പൊ 2p-ൽ ഫില്ല് ചെയ്യണം. 2p-ൽ 6 ഫില്ല് ചെയ്തതിനു ശേഷം 3s-ൽ 2 ഫില്ല് ചെയ്യണം, അല്ലെ? s-ൽ 2ആണ്, p-ൽ 6ആണ്, d-ൽ 10ആണ്, f-ൽ 14ആണ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ആദ്യം 1s-ൽ ഫില്ല് ചെയ്യുന്നു, 1s2, പിന്നെ 2s2. അത് കഴിഞ്ഞാൽ പിന്നെ ഏറോ മാർക്ക് കട്ട് ചെയ്യുന്നത് 2p-നെയാണ്, 2p6, പിന്നെ 3s2. 3s കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്ത ഏറോ മാർക്ക് ഇതിനെ ആദ്യം കട്ട് ചെയ്ത് 3p കഴിഞ്ഞാലോ 4s, 3p6 കഴിഞ്ഞ് 4s കഴിഞ്ഞിട്ട് എന്ത് വരുന്നത്? 3d വരുന്നത്. 3d കഴിഞ്ഞാലോ 4p കഴിഞ്ഞാലോ 5s. ഇങ്ങനെ എത്ര വേണമെങ്കിലും പോയിക്കോളും. അപ്പൊ ഏത് ആറ്റോമിക് നമ്പർ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ മതി. s-ൽ 2ആണ്, p-ൽ 6ആണ്, d-ൽ 10ആണ്, f-ൽ 14ആണ്. അത് നമുക്കറിയാം. നമുക്ക് ഒരു എലമെന്റിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ഞാൻ എക്സാമ്പിൾ പറയാണ്. സോഡിയം 11, സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ്. അപ്പൊ അതിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാം. അപ്പൊ നമ്മൾ ആദ്യം ഏതിലാണ് ഫില്ല് ചെയ്യേണ്ടത്? 1s-ൽ. അപ്പൊ നമുക്ക് എഴുതാം 1s. s-ൽ എത്രയാണ് ഉൾക്കൊള്ളുക? 2. 1s2, 2 ഇലക്ട്രോൺ നിറഞ്ഞു കഴിഞ്ഞ് 1s കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏതാണ്? 2s. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2s2. അപ്പൊ എന്തായി? രണ്ടാമത്തെ s-ൽ 2 നിറഞ്ഞു. അപ്പം 2ഉം 2ഉം 4ആയി. ഇനി എത്ര ബാക്കിയുണ്ട്? 11 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇനി 7 കൂടെ ഉൾക്കൊള്ളിക്കണം. 2s കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതിലാണ് നിറയേണ്ടത്? 2p6. p-ൽ 6 പോവുമല്ലോ. അപ്പം 2 + 6, 2 2 4 6 10ആയി. ആകെ എത്ര വേണം? 11 വേണം. ഇനി ബാക്കി ഏതിലാണ് വേണ്ടത്? 1s കഴിഞ്ഞു, 2s കഴിഞ്ഞു, 2p കഴിഞ്ഞു. 1s കഴിഞ്ഞു, 2s കഴിഞ്ഞു, 2p കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 3s. 3s-ൽ എത്ര വേണം? 3s-ൽ 2 ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷെ 2 വേണ്ട. നമുക്ക് ആകെ 11 ഉള്ളൂ. ഇവിടെ ടോട്ടൽ കൂട്ടിയ 10ആയി. ബാക്കി 1 മതി, 3s1. ഇതാണ് സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതൊന്നും നമുക്ക് ക്ലോറിന്റെ 17 ആണ്. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണല്ലോ. അപ്പൊ 17 ഇലക്ട്രോണുകൾ നമുക്ക് സബ്ഷെല്ലുകളിൽ ഉൾക്കൊള്ളിക്കാനുണ്ട്. നമുക്ക് എഴുതി നോക്കാം. ഇതേപോലെ എഴുതി കഴിഞ്ഞാൽ ആദ്യം 1s, 1s2, 2s2, 2p6, 1s2, 2s2, 2p6 കഴിഞ്ഞാൽ പിന്നെ 3s2 കഴിഞ്ഞാൽ പിന്നെ ഏതാ വേണ്ടത്? 3s കഴിഞ്ഞാല് 3p. ആകെ എത്ര? 2 4 6 10, 2 12, ബാക്കി 2 17 ഇലക്ട്രോൺ ആണ് ആകെ ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പം 2ഉം 2 4 6 10 2 12 കഴിഞ്ഞ് p-ലാണെങ്കിൽ 6 വരും. 6 ആവും 18 ആയി പോകും. പക്ഷെ എത്ര മതി? 5 കൊടുത്താൽ മതി. അപ്പം 1s2, 2s2, 2p6, 3s2, 3p5. അപ്പൊ ഈ ക്ലോറിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. നെക്സ്റ്റ് നമുക്ക് അടുത്തത് കാൽഷ്യത്തിന് നോക്കാം.
ആറ്റോമിക് നമ്പർ 20 ആണ്. എങ്ങനെ എഴുതാം സബ്സ്റ്റൽ കോൺഫിഗറേഷൻ? 1s2 2s2 2p6. എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നത്? ആദ്യം 1s2 എഴുതി, പിന്നെ 2s2 എഴുതി, പിന്നെ 2p6 എഴുതി, അടുത്തത് 3s2 കഴിഞ്ഞ് പിന്നെ അതാണ് 3p6. അപ്പൊ ആകെ എത്രയായി? 2 4 6 10 12 18. ആകെ എത്രയാണ്? 20 വേണ്ടേ? അപ്പൊ നമ്മള് 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് പിന്നെ അതാ 3p6 കഴിഞ്ഞാൽ പിന്നെ 4s2. അവിടെ 3d വന്നിട്ടില്ല. നെക്സ്റ്റ് വേറൊന്ന് തൊട്ടടുത്ത മൂലകം സ്കാൻഡിയം 21, ആറ്റോമിക് നമ്പർ 21 ആണ്. ഇതിന്റെ എഴുതുമ്പോൾ ഇതേപോലെ 20 വരെ തന്നെ ആയിരിക്കില്ലേ? 1s2 2s2 2p6 3s2 3p6 2 4 6 2 4 6 10 12 6 18. ഇനി എത്ര വേണം? ഇനി 4s2 20 1s 2s 2p 3s 3p 4s കഴിഞ്ഞാൽ പിന്നെ 3d. ഇവിടെ ആകെ എത്ര? 21 വേണം. 20 ആയിട്ടേ ഉള്ളൂ. അപ്പൊ ബാക്കി ഈ 3d എത്ര വരും? ഒരെണ്ണം വരും. 3d എന്നുള്ളത് 3d ഇവിടെ എഴുതിയാൽ ശരി. ഇവിടെ 3d1 ഇവിടെയാണ് വേണ്ടത്. വേണമെങ്കിൽ 4s ആയിട്ട് എഴുതിയിട്ട് വീണ്ടും തിരിച്ചെന്ത് ചെയ്യണം? ഇതേപോലെ ആക്കി എഴുതണം. എന്താ വ്യത്യാസം? നേരത്തെ ഇവിടെ 4s അവസാനിച്ചു, ഇതിൽ 3d ഇല്ല. ഇപ്പോഴെന്താണ്? ഇവിടെ 4s2 കഴിഞ്ഞ് 4s നിറഞ്ഞതിന് ശേഷമാണ് 3d നിറയുന്നത്. അപ്പൊ 4s2 കഴിഞ്ഞിട്ടാണ് നമ്മൾ 3d എഴുതിയത്. പക്ഷെ എഴുതുമ്പോൾ സബ്സ്റ്റൽ അടുപ്പിച്ച് എഴുതണമെന്ന് മാത്രം 3d1 എന്ന് എഴുതി. ഇതാണ് ഇതിന്റെ സ്കാൻഡിയത്തിന്റെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി വേറെ നോക്കാം. കൊബാൾട്ട് 27. എങ്ങനെ എഴുതാം? 1s2 ആദ്യം 1s 2s2 പിന്നെ 2p6 പിന്നെ 3s2 3p6 കഴിഞ്ഞതാ 2 2 4 6 10 12 18 ആയി. അപ്പം 3p6 കഴിഞ്ഞാൽ പിന്നെ 4s2 കഴിഞ്ഞാൽ പിന്നെ അതാ വേണ്ടത് 3d. ഇപ്പൊ എത്രയായി? 2 4 6 10 12 18 20. ഇനി എത്ര വേണം? 7 കൂടെ വേണം. 7 എന്ന് പറയുമ്പം 4s കഴിഞ്ഞപ്പോ 3d7. അപ്പൊ എത്രയായി? 1s2 2s2 2p6 3s2 3p6 3d7 4s2. ഇതാണ് കൊബാൾട്ടിന്റെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇങ്ങനെ ഏത് ആറ്റോമിക് നമ്പർ വന്നു കഴിഞ്ഞാലും ഈ ഡയഗ്രാം നോക്കി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇനി നമ്മൾ ഇങ്ങനെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഒരു വലിയ ആറ്റോമിക് നമ്പർ ഉള്ള എലമെന്റിന്റെ ആകുന്ന സമയത്ത് അത് ഒരുപാട് നീളത്തിൽ ഇങ്ങനെ എഴുതേണ്ടത്. നമുക്ക് ആ നീളത്തിൽ ഇങ്ങനെ 1s 2s 2p 3s 3p 4s 3d എന്ന് പറഞ്ഞിങ്ങനെ കംപ്ലീറ്റ് എഴുതുന്നതിന് പകരം അതൊന്ന് ചുരുക്കി എഴുതാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. അതായത് നോബിൾ ഗ്യാസസിന്റെ, അതായത് അലസവാതകം എന്ന് പറയുന്നത് അല്ലെ, അലസവാതകത്തിന്റെ നോബിൾ ഗ്യാസസിന്റെ സിംബൽസ് ചേർത്ത് എഴുതുന്ന ഒരു രീതിയാണത്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ ഏറ്റവും അവസാനത്തെ 18ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ്. ഒന്നാമത്തെ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഹീലിയം ആണ്, രണ്ടാമത്തെ നിയോൺ ആണ്, ആർഗണ്, ക്രിപ്റ്റണ്, സെനോണ്, റെഡോൺ എന്ന് പറയുന്ന എലമെന്റ്സിന് നമ്മൾ എന്ത് പറയുന്നത്? നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ശരി, ഇതില് ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. നിയോണിന്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. ആർഗൺ 18 ആണ്. ക്രിപ്റ്റൺ 36 ആണ്. സെനോൺ 54 ആണ്. റെഡോൺ 86 ആണ്. ഇങ്ങനെ പോകും. ഈ ആറ്റോമിക് നമ്പർ ഒക്കെ അല്ലെ, ഹീലിയത്തിന്റെ, നിയോണിന്റെ, ആർഗണിന്റെ, ക്രിപ്റ്റന്റെ ഓരോക്കെ നമ്മുടെ മനസ്സിലങ്ങ് നിൽക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഇനി എങ്ങനെയാണ് ഈ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സബ്സ്റ്റൽ കോൺഫിഗറേഷൻ എഴുതുന്ന രീതി എന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് നീളത്തിൽ ഇങ്ങനെ എന്താണ് 1s 2s എന്നൊക്കെ എഴുതുന്നതിന് പകരം ഏത് എലമെന്റിന്റെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണോ എഴുതേണ്ടത് അതിന്റെ തൊട്ട് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ ആറ്റോമിക് നമ്പറിന്റെ തൊട്ട് മുമ്പുള്ള നോബിൾ ഗ്യാസ് നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ, ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. ഈ ക്ലോറിന്റെ സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ നോബിൾ ഗ്യാസസിന്റെ, അലസവാതകത്തിന്റെ സിംബൽസ് ചേർത്ത് എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടതാണ് 17 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പറിന്റെ തൊട്ട് മുമ്പ് വരുന്ന നോബിൾ ഗ്യാസ് ഏതാ? അലസവാതകം ഏതാ? നിയോണ്. ആ 10ന്റെ ചേർത്ത് എഴുതുന്നത് എങ്ങനെ? അതായത് ക്ലോറിന്റെ 17നെ നമ്മൾ നിയോൺ എന്ന് ചേർത്ത് എഴുതാൻ പോവാണ്. NE എന്ന സ്ക്വയർ ബ്രാക്കറ്റുകൾ കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ
മനസ്സിലാക്കേണ്ടത് 10 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തതായിട്ട് ഇവിടെ കണക്കാക്കാം. ഇനി ബാക്കി 7 വേണ്ടു. ഇനി എവിടെന്നാ തുടങ്ങേണ്ടതിന് ബാക്കി? ഒന്നുകൂടെ ശ്രദ്ധിക്കാം. 17 ഇലക്ട്രോൺ ആണ് ക്ലോറിന്റെ ഫില്ല് ചെയ്യേണ്ടത്. 1s 2s 2p 3s നമ്മൾ എഴുതണം. അത് ചുരുക്കേണ്ട പരിപാടി പറയുന്നത് അതിനുവേണ്ടി 17 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പറിന്റെ തൊട്ട് മുമ്പുള്ള ആറ്റോമിക് നമ്പർ 10 ആണ്. അത് നിയോണിന്റെതാണ്. അപ്പൊ നിയോൺ എന്ന് ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കണക്കാക്കാം. ഇനി ബാക്കി എത്ര വരിക? എത്രാമത്തെ നോബൽ ഗ്യാസ് ആണ് നിയോൺ? രണ്ടാമത്തെ അല്ലേ? അപ്പൊ തൊട്ടടുത്ത മൂന്നാമത്തെ എസിൽ ആരംഭിക്കുക. 3s2 3s കഴിഞ്ഞപ്പോൾ ഏതാണ്? 3p എന്ന് പറയുമ്പോൾ 10 കഴിഞ്ഞ് 2 12. ഇനി 3p എത്ര കാണാം? 17 ആണ് ആകെ വേണ്ടത്. 3p5 നോക്കി ഇങ്ങോട്ട്. നമ്മള് നിയോൺ എന്ന് പറയുന്ന നോബൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോറിന്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്. ക്ലോറിന്റെ സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതാൻ 17 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യണം. ശരിക്കും എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വേണമായിരുന്നു? 1s2 2s2 2p6 3s2 3p5 ഇങ്ങനെ വേണമായിരുന്നു. അതില് നിയോൺ എന്ന് എഴുതി. എന്താണ്? 17 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പറിന്റെ തൊട്ട് മുമ്പ് ആറ്റോമിക് നമ്പർ വരുന്ന നോബൽ ഗ്യാസ് നിയോൺ. അപ്പൊ നിയോൺ എന്ന് എഴുതിയാൽ 10 അതിൽ പോയി. 1s 2s 2p ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് പോയി എന്ന് മനസ്സിലാക്കാം. അപ്പൊ അത് എഴുതേണ്ട കാര്യമില്ല. ബാക്കി എന്താ ഉള്ളത്? 3s2 3p5 2 5 7 10 7 17. ഇങ്ങനെയാണ് നോബൽ ഗ്യാസസിന്റെ അലസവാതകത്തിന്റെ സിംബൽസ് പ്രതീകം ചേർത്തുകൊണ്ട് നമ്മൾ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയത്. ഇനി ആറ്റോമിക് നമ്പർ 19 ഉള്ള പൊട്ടാസ്യം നോക്കാം. പൊട്ടാസ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 19 ആണ്. ഈ 19 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പറിന് തൊട്ട് മുമ്പ് വരുന്ന നോബൽ ഗ്യാസ് ഏതാണ്? 19 തൊട്ട് 18 18 വരുന്നുണ്ട്. 18 ആർഗൺ. ഇപ്പൊ നമുക്ക് ആർഗൺ എന്ന് എഴുതാം. ആർഗൺ എന്ന് എഴുതി സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ 18 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെട്ടു. ഇനി ആർഗൺ എത്രാമത്തെ നോബൽ ഗ്യാസ്? 1 2 3 മൂന്നാമത്തെ അലസവാതകമാണ്. മൂന്നാമത്തെ നോബൽ ഗ്യാസ് ആണ് ആർഗൺ എന്ന് പറയുന്നത്. അപ്പൊ 3 4 തൊട്ടടുത്ത എസ് സ്റ്റാർട്ട് ചെയ്യാം. 4s 1 കാരണം 18 കഴിഞ്ഞ് ആകെ 19 വേണ്ടത്. അപ്പൊ 4s കഴിഞ്ഞാൽ പിന്നെ ബാക്കി 1 ഉള്ളൂ. ഇതേപോലെ ഏത് എലമെന്റിന്റെയും എങ്ങനെയാ എഴുതേണ്ടത് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ആ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ട എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ എത്രയാന്ന് നോക്കുക. അതിനേക്കാൾ തൊട്ട് താഴെ വരുന്ന എന്ത് നോബൽ ഗ്യാസ് അലസവാതകം സെലക്ട് ചെയ്യുക. അത് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. ഇനി എത്രാമത്തെ അലസവാതകമാണോ? ഇപ്പൊ ഒന്നാമത്തെ ഹീലിയാണ് ഇവിടെ എഴുതിയെങ്കിൽ ഇപ്പം നമുക്ക് ബോറോൺ 5 ആണ്. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 5 ആണ്. സബ്ഷൽ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 5ന്റെ തൊട്ട് താഴെ വരുന്നതാ 2. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഹീലിയം എന്ന് എഴുതും. ഹീലിയം എന്ന് പറയുന്നത് ഒന്നാമത്തെ നോബൽ ഗ്യാസ് അല്ലേ? അപ്പൊ ബാക്കി എന്താണ്? 2s2. അപ്പൊ 2 ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളൂ. 2 2 4 5 2s2 2p1. ഈ രൂപത്തില് എത്രാമത്തെ അലസവാതകമാണോ എഴുതുന്നത് അതിന്റെ തൊട്ടടുത്ത എസിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കണം ബാക്കി എഴുതേണ്ടത്. ഇപ്പം 36 പോയി കഴിഞ്ഞാൽ 1 2 3 4 നാലാമത്തെ നോബൽ ഗ്യാസ് ആണ് ക്രിപ്റ്റൺ. ക്രിപ്റ്റൺ എഴുതി കഴിഞ്ഞാൽ 5s ബാക്കി തുടങ്ങേണ്ടത്. ഇനിയോ ആർഗൺ എഴുതി കഴിഞ്ഞാൽ 4s ബാക്കി തുടങ്ങേണ്ടത്. നിയോൺ എഴുതി കഴിഞ്ഞാൽ എന്താണ്? 3s ബാക്കി തുടങ്ങേണ്ടത്. ഹീലിയം എഴുതി കഴിഞ്ഞാൽ 2s ബാക്കി തുടങ്ങേണ്ടത്. എത്രാമത്തെ അലസവാതകമാണോ ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നത് അതിന്റെ തൊട്ടപ്പുറത്തെ നമ്പറിലെ എസിലാണ് ബാക്കി എന്ത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു രീതിയും കൂടെ മനസ്സിലാക്കണം. ഏതൊരു എലമെന്റിന്റെ ഏത് ആറ്റോമിക് നമ്പറുള്ള എലമെന്റിൻ്റെതായി കഴിഞ്ഞാലും സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ അത് നമുക്ക് നോബൽ ഗ്യാസസിന്റെ അലസവാതകത്തിന്റെ സിംബൽസും കൂടെ ചേർത്ത് എഴുതാൻ വേണ്ടി പഠിക്കണം. അപ്പൊ ഇതും കൂടെ ഞാൻ ഈ ഒരു ക്ലാസ് പെട്ടെന്ന് ഇതും കൂടെ ഇട്ടെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ സബ്ഷലുകളെ പറ്റി പറഞ്ഞു. സബ്ഷലുകൾ ഇലക്ട്രോൺ നിറയുന്ന രീതി പറഞ്ഞു. അതിന്റെ ഒക്കെ തന്നെ ഡയഗ്രാംസ് ഒക്കെ കാണിച്ചു. അത് ഇലക്ട്രോൺസ് നിറയുന്ന രീതി എഴുതുന്നത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇപ്പൊ സാധാരണ രീതിയിൽ എഴുതുന്നു ഓർമ്മിച്ചു വെക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഇത്തരത്തില് നോബൽ ഗ്യാസസിന്റെ സിംബൽസ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുന്നതും കൂടെ പഠിച്ചു വെക്കാം. ഇതിന്റെ കൂടെ തരുന്ന ചെറിയൊരു വർക്ക് ഉണ്ട്, അസൈൻമെന്റ്. അതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് കാണാം.